യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 22-ാം തിരുവചനം. വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം. ദൈവം വളരെ വ്യക്തമായിട്ട് നിയമമായിട്ട് തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ എന്തെല്ലാം നേടുന്നോ അതിൻ്റെ എല്ലാം സമൃദ്ധിയുടെ ദശാംശം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കണം. കർത്താവ് വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ പറയുകയാണ്, അത് നീ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അവരോടൊപ്പം ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്യണം. നീ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നീ മാറ്റിവെച്ച് അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ നീ സമൃദ്ധമായിട്ട് വീണ്ടും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇല്ല 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 എന്ന് പറയുന്നതിന് പകരം ഉള്ളതിൽ നിന്നും മാറ്റിവെച്ച് എന്തെല്ലാം നിനക്ക് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാവോ അത് മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ നീ തുടങ്ങുന്ന നിമിഷം മുതൽ നിന്റെ ഭവനത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നത്, നിന്റെ എല്ലാ പ്രവൃത്തികളും അനുഗ്രഹിക്കപ്പെടുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് മുതൽ ഇത് പ്രാവർത്തികമാക്കി നോക്കാം. ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എന്തായിരുന്നാലും അതൊന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിൻ്റെ, നിങ്ങൾ നേടിയെടുക്കുന്ന സമ്പത്തിൻ്റെ, നിങ്ങളുടെ ധാന്യ വിളകളുടെ, ഫലങ്ങളുടെ എല്ലാത്തിൻ്റെയും ദശാംശം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ആഴ്ച തോറുമോ മാസം തോറുമോ വർഷത്തിലോ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് എഴുതി വെച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട്, ദൈവമേ എല്ലാം നീ തന്നതാണ്, നീ തന്നതിൻ്റെ ഓഹരി ഞാൻ നിനക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയാണ് എന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ എളിമപ്പെടുത്തി നിങ്ങളുടെ സമൃദ്ധിയിൽ മറ്റുള്ളവരുമായി അത് പങ്കുവയ്ക്കുമ്പോൾ ദൈവം തന്നെ അതിൽ സംപ്രീതനായി നിങ്ങൾക്കതിൻ്റെ ഇരട്ടി തരുവാൻ തുടങ്ങും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ.
സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ദശാംശം കൊടുത്ത് ശീലിക്കാം. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ദശാംശം കൊടുത്ത് സ്വീകരിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ ജീവനുള്ള ഏക ദൈവമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.